ഹായ് ഗായ്സ്, നമ്മളിന്ന് പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതും സിനിമയുടെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം. പക്ഷെ ആ സിനിമ നമ്മുടെ വിഷയമാവുന്നില്ല. കാരണം പ്രതിച്ഛായ ആ വാക്കുകൾക്ക് ഇന്ന് ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഇമേജിന്, അതായത് രാഷ്ട്രീയത്തിൽ വലിയൊരു പങ്കുണ്ട് എന്നത് പഴയ കാലഘട്ടത്തിലെ രാഷ്ട്രീയം നിങ്ങളൊന്ന് തെരഞ്ഞു നോക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൽ അടരുകളും അഴിയൊഴുക്കളും പ്രമേയമാകുന്ന ഒരു മലയാളത്തിലെ കേരളത്തെ പ്രകമ്പനം കൊള്ളിച്ച ഒരു മുഖ്യമന്ത്രിയും രാജിയും അതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ കോളിളങ്ങളും കോർത്തിണക്കി. അതാണ് ഉണ്ണികൃഷ്ണൻ എന്നൊരു സംവിധായകൻ സിനിമയിലൂടെ സംസാരിക്കുന്നത്. ചെയ്ത പ്രതിച്ഛായ മലയാളത്തിൽ എണ്ണം പറഞ്ഞ പൊളിറ്റിക്കൽ ഒരു ത്രില്ലറായിട്ടാണ് അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിന് നേരെ ഉയർന്ന ചില ആരോപണങ്ങളുടെ സൗമ്യം തോന്നാം എന്ന തൊഴിച്ചാൽ സാമ്യം തോന്നാമെന്ന ഒരു രീതിയിൽ പൂർണ്ണമായും കാലത്തിനൊത്ത കഥ പറയുന്ന ഒരു സിനിമയാണ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ സിനിമ കാണാത്തത് കൊണ്ട് അതിൻ്റെ റിവ്യൂ റിയാക്ഷൻസ് ഒന്നും തിയേറ്ററിൽ പോയി കഴിഞ്ഞ് അത് കണ്ടിട്ട് നമുക്കൊരു അഭിപ്രായം കൂടി ഇടാം. ഇത് അഭിപ്രായമല്ല, ഇത് റിയാക്ഷൻസും കൂടിയാണ് എന്ന് പറയാം. കേവലം 2 സീറ്റിൽ ഭൂരിപക്ഷത്തിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി KN വർഗീസ് എന്ന ജീവിതമാണ് ഇതിൽ പറയുന്നത്. കേന്ദ്രപരമായി 2011-ലും 2016-ലും സംഭവിച്ച കഥയാണ് ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന, അതായത് മദ്യനായ പ്രകമ്പനത്തോടെയാണ് സിനിമ തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. സ്വന്തം പാർട്ടിക്കുള്ളിലെ കുതികാൽ വെട്ടലുകളെല്ലാം മറികടന്ന് ഒറ്റയാനായി മുന്നേറുന്ന വർഗീസ് എന്ന ഒരു, അതായത് നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാര്യമാണ്. അപ്പോൾ ഇതിൽ വർഗീസ് എന്ന പേര് ഇവിടെ എഴുതി ചേർക്കുകയാണ്. വലിയൊരു ആരോപണമുണ്ടാകും. സ്വന്തം പ്രതിച്ഛായ പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ആ ആരോപണം അദ്ദേഹത്തിന് കുടുംബത്തിനുണ്ടാകുന്ന വലിയൊരു ആഘാതമായി മാറുന്നു. അച്ഛൻ്റെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ഇളയ മകൻ ജോൺ എന്ന വർഗീസ് ഇറങ്ങിത്തിരിക്കുന്നിടത്താണ് സിനിമ ഇതിന്റെ ട്രാക്കിലേക്ക് കടക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ, അതായത് ഉമ്മൻചാണ്ടിയുടെ മകനായിരിക്കും. ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. മാത്രം ഈ ഒരു സിനിമ വിശേഷിപ്പിക്കുന്നത് അച്ഛൻ മകൻ ബന്ധം വളരെ മനോഹരമായി പറഞ്ഞു പോകുന്ന ഒരു കുടുംബ ചിത്രം കൂടിയാണിത്. ഫാമിലി ഡ്രാമയിൽ തുടങ്ങിയാൽ പൊളിറ്റിക്കൽ ത്രില്ലറായി മാറുന്ന തിരക്കഥയെ അവസാനം വരെ എൻഗേജ് ചെയ്തു പോകുന്നെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത മേക്കിങ്ങും ഇതിൽ പങ്കുണ്ട് എന്നാണ്. അതായത് ആ എൻകറേജ്, അതായത് പൊളിറ്റിക്കൽ രാഷ്ട്രീയം ഒരു സയൻസും കൂടിയാണ്. വലിയൊരു ക്യാൻവാസിൽ ഇത് ചിത്രം ഒരുക്കണമെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫെയിമുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതല്ല, ബ്രില്യൻസ് ഷോട്ടുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റിച്ച്നസ് ഇവയെല്ലാം മറ്റു രാഷ്ട്രീയ സിനിമകളിൽ നിന്നും പ്രതിച്ഛായ വ്യത്യസ്തമാകുന്നു എന്നാണ് പറയുന്നത്. ഓരോ കഥാപാത്രത്തിലും കൃത്യമായ ക്യാരക്ടർ അതിന്റെ സംവിധായകൻ നൽകിയിട്ടുണ്ട്. ബാലചന്ദ്ര മേനോൻ എന്ന വേഷം ഉമ്മൻചാണ്ടിയെ പറ്റിയായിരിക്കാം. വർഗീസ് എന്ന മുഖ്യമന്ത്രിയുടെ ഛായ നമുക്ക് മറ്റൊരു മുഖ്യമന്ത്രിയിലും കാണാനാകില്ല എന്നാണ് ഇതിന്റെ തിരക്കഥ പറയുന്നത്. രചനയിൽ പുലർത്തിയിരിക്കുന്ന സൂക്ഷ്മതയാണ് അതിന് കാരണമെന്നാണ്. അപ്പോൾ പ്രോപോഗൻഡ് സിനിമയുടെ കാലത്ത് അതിനൊന്നും തുനിയാതെ താൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം കൃത്യമായി തന്നെ അവതരിപ്പിക്കുന്നതിന് ഉണ്ണികൃഷ്ണൻ ഒരുപാട് മെനക്കെട്ടു. തെരഞ്ഞെടുപ്പിൽ പശ്ചാത്തലത്തിൽ മുന്നണി രാഷ്ട്രീയവും ചൂടുപിടിക്കുന്ന ഈ സമയത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇകഴ്ത്തുകയോ ചെയ്യാതെ മികവ് എടുത്തു പറയണം. അതിന്റെ മികവാണ് പറയുന്നത്. ഏറെക്കാലത്തിനും ബാലചന്ദ്രൻ എന്ന ഒരു നടൻ സിനിമാ രംഗത്ത് ഒരു അങ്ങനെ നിലവിലില്ലായിരുന്നു. അദ്ദേഹം ലീവ് എടുത്തു പോയിരുന്നു, അദ്ദേഹം സിനിമാ രംഗത്ത് നിന്ന് വിട പറഞ്ഞു പോയിരുന്നു, അങ്ങനെയെങ്കിൽ പറയാം. പ്രകടനം സിനിമ കൂടിയാണായിരുന്നു. ഏറെ മികവോടെ അനായാസമായ ഈ കഥാപാത്രം
അദ്ദേഹത്തെ പോലുള്ള ഒരാൾ അച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധം രാഷ്ട്രീയത്തിന് പുറത്തേക്ക് ചിത്രമെത്തിക്കുന്നു. രാഷ്ട്രീയത്തിന്റെ വ്യക്തികളിൽ പ്രതിച്ഛായകൾ മാത്രമായുള്ള വിശ്വസിക്കുന്ന മുഖ്യമന്ത്രി എന്ന വർഗീസിനെ ബാലചന്ദ്ര മേനോൻ ഗംഭീരമാക്കി. ജോൺ വർഗീസ് എന്ന കഥാപാത്രം നിവിൻ പോളിയും, അപ്പോൾ ജോൺ വർഗീസ് എന്ന കഥാപാത്രം അത് മകനായ നിവിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡെലിവറി എടുത്തു പറയണം. ഇത്ര വലിയ സിനിമയായിട്ടും ആ ആക്ഷൻ രംഗം പോലും, അതിൽ ആക്ഷനൊക്കെ ഉണ്ട്. ജീവിതത്തിൽ അതുണ്ടാകാൻ സാധ്യതയില്ല, പക്ഷെ ചില രാഷ്ട്രീയ തർക്കങ്ങളുണ്ടാകാം. ആ ശ്രദ്ധയാണ്. വർഗീസിന്റെ മൂത്ത മകനായ ടോബിയെയും നിശാന്ത് നഗറും പങ്കുചേർന്ന പ്രകടനം കാഴ്ചവെച്ചു എന്നാണ്. വർഗീസിന്റെ ഒരു ഭാര്യ എന്ന് പറയുന്ന അന്നാമയെ കുറിച്ച് വളരെ ധൈര്യത്തോടെ പറയാം. അവതരിപ്പിച്ച് സബിത എന്ന് പറയുന്ന ക്യാരക്ടർ. അങ്ങനെ ഇതിപ്പോ നമുക്ക് സിനിമ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ബേസായ പല 2011, 2016 കാലഘട്ടത്തിൽ സംഭവിച്ചു പോയ കാര്യങ്ങളൊക്കെയാണ്. അന്ന് രാഷ്ട്രീയത്തിൽ വലിയൊരു UDF ഭരണം എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമാണ്. ഇന്ന് UDFന്റെയും LDFന്റെയും BJPയുടെയൊക്കെ രാഷ്ട്രീയം പറയുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മളൊരു പ്രതിച്ഛായക്ക് കോട്ടം തട്ടാതെ നമ്മൾ പ്രതിച്ഛായക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുകയാണ്. ഇതൊരു പ്രതിച്ഛായയുടെ വിഷയമാണ്. ആര് ജയിച്ചാലും ഈ നാട് ശരിയാകുമെന്നുള്ള വാർത്തകൾ കേട്ട് ജനങ്ങൾ മടുത്തു. ഇനി വരുന്നത് കാൻഡിഡേറ്റ്സ് ആണ്. ഓരോ സ്ഥാനാർത്ഥികൾ അവിടെ വന്ന് വോട്ട് ചോദിക്കും, നമ്മൾ അത് വോട്ട് കൊടുക്കും. ഓരോ വോട്ടും അവനവന്റെയും ഇഷ്ടത്തിന് വോട്ട് കൊടുക്കണമെന്നൊക്കെ നമ്മൾ പണ്ടും പറയാറുണ്ട്. പക്ഷെ ഇനി ആവർത്തന വിരസതയായതുകൊണ്ട് നമ്മൾ വോട്ട് കൊടുത്താൽ അവൻ നമുക്ക് തരുന്ന വോട്ടിന് ആത്മാർത്ഥതയുണ്ടാവണം. ജനങ്ങൾക്ക് സംരക്ഷണയും ജനങ്ങളെ കുത്തിനോവിക്കുകയും ഇപ്പൊ ഗ്യാസ്, പെട്രോള്, സ്വർണം ഇങ്ങനെയുള്ളതിനൊക്കെ മികന്ന വില കൂടുകയാണ്. അപ്പൊ രാഷ്ട്രീയം നമ്മളെ നല്ല ചിന്താഗതിയെ ഉണ്ടാക്കിയെടുക്കുന്ന, ഉണർത്തുന്ന ഒരു വെളിപാടായിരിക്കണം രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതൊരു സയൻസും ഒരു പൊളിറ്റിക്സുമാണ്. അതിലൂടെയാണ് നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ചൂടാണിപ്പോൾ. ഈ ചൂടുകാലത്ത് വെന്തുരുകുന്ന നഗരങ്ങളുണ്ട്, ചൂട് താങ്ങാൻ കഴിയാത്ത പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പൊ ചൂടും തണുപ്പും ഓവറായാൽ മനുഷ്യൻ തന്നെ ഇല്ലാതാകുന്ന ഈ കാലത്ത് ഒരു വോട്ട് കൊണ്ട് നിങ്ങൾ കളിയും തമാശയും അരങ്ങിൽ തരും. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയെന്ന, അതായത് പ്രേക്ഷകരായ നമുക്ക് വേണ്ടിയെന്ന നിങ്ങളുടെ വാക്കിന്മേലാണ് നമ്മൾ ഓരോരുത്തരും വോട്ട് നൽകുന്നത്. ആ വോട്ട് നല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ സംരക്ഷണമുള്ളതും സമ്പാദ്യത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്. സമൂഹത്തിന്റെ ഇന്നലെ വരെയുള്ള നഷ്ടങ്ങൾ അനുഭവിച്ചവർക്കും പാവപ്പെട്ടവർക്കും, ഞങ്ങളും മിഡിൽ ക്ലാസ് ഫാമിലി തന്നെയാണ്, അതുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. നമ്മളെയൊക്കെ വളർത്താനുമായിരിക്കണം ഈ ജീവിതം. ഇങ്ങനെ നിങ്ങൾ വോട്ട് എന്ന പേരിൽ നിങ്ങൾ അവകാശപ്പെടുന്നത്. പലർക്കും പല കാര്യങ്ങളും നൽകുന്നില്ല. ഈ രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പൊളിറ്റിക്സ് തന്നെ മാറ്റിവെക്കപ്പെടുന്നുണ്ട് ജനങ്ങളിൽ നിന്ന്. അത് പറയുമ്പം തന്നെ പുച്ഛവും പരിഹാസവും, പൊളിറ്റിക്സ് ഒരു ഫെയിം ആകാത്തതും കാരണം അവരുടെ ചീത്ത വാക്കുകളും ചീത്തപരമായ വർത്താനങ്ങളുമാണ്. അവരെ റീച്ച് കിട്ടാൻ, അവരുടെ പാർട്ടിപരമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഫെയിം ഉണ്ടാക്കുന്ന പാർട്ടി സംഖ്യകളുണ്ട്. അതിപ്പോ UDFിലായാലും LDFിലായാലും. അത് മാത്രമല്ല നമുക്കിവിടെ വിഷയം, ജനങ്ങളാണ് വിഷയം. ആ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളായി തെരഞ്ഞെടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ആ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയായിരിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ചൂടത്തും വെന്തത്തും ഉരുക്കി പണിയെടുക്കുന്നവർക്ക് ഒരു വിലയുമില്ലാത്ത, ഒരു പ്രതീക്ഷയില്ലാത്ത മന്ത്രിസഭയാകുമത്. അതായത് സ്ഥാനത്തുനിന്ന് ഇറക്കുമതി ചെയ്യുക, സ്ഥാനത്തുനിന്ന് സീറ്റ് തെറിപ്പിക്കുക, ആ സീറ്റ് പിടിച്ചെടുക്കുക, അതൊക്കെ ആയിരിക്കാം. ഒരു തോന്നിവാസം അലങ്കരിക്കാൻ മാത്രം ഒരു മന്ത്രി കസാല എന്ന് നമുക്ക് തോന്നാം. മുഖ്യമന്ത്രി കസാലയ്ക്ക് ആ പവറുണ്ട്. ആ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആ പവർ ഉള്ളതുകൊണ്ട് ആ കസാല മോഹിക്കും. ആ സീറ്റ് നമ്മൾ മോഹിക്കും. ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതും തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. എന്തെങ്കിലും പൊളിറ്റിക്കൽ വിഷയപരമായിട്ട് നമുക്ക് അവർക്ക് ഒരു സംഭവമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്.
വാക്കാലെ പറയുന്നതല്ല രാഷ്ട്രീയം, ചെയ്തു പ്രവർത്തിക്കുന്നതിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ലാതെ വാക്കാലെ ഒന്നും ചെയ്തിട്ടും നിർദ്ദേശിച്ചും അത് വോട്ടിന് പരമായിട്ടുള്ള യാത്രകൾ മാത്രമാവരുത്. അതെല്ലാം നിങ്ങൾക്ക് പാഴായിപ്പോകും. അത് നിങ്ങളുടെ വരുംകാല രാഷ്ട്രീയത്തിൽ അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടൻ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്ന് വളരെ തോൽവിയായൊരു രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ പോലും യോഗ്യതയില്ലാതെയാണ് തൃശ്ശൂരിൽ മത്സരിച്ച് വിജയിച്ചത്. അതെന്ത് കേമൻ കൊണ്ടാണ്? നമ്മൾ അതെടുക്കും ഇതെടുക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവനകൾ ഇളക്കി ജനങ്ങളിൽ മുമ്പിൽ കൈനീട്ടുമ്പോൾ ആ പ്രസ്താവന ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം ആ രാഷ്ട്രീയം നമ്മൾക്ക് വാങ്ങിച്ചെടുക്കാൻ. നമ്മുടെ പോക്കറ്റിൽ അത് നിക്ഷേപമായി കഴിഞ്ഞാൽ അത് നമ്മുടേത് തന്നെയാണ്. ഈ രാഷ്ട്രീയ കളി എന്നൊക്കെ പറഞ്ഞാൽ ഒരു നൂലുമ്മൽ കളിയാണ്. പിന്നെ ജനങ്ങൾ അവരെ തിരിച്ച് സ്നേഹിക്കത്തില്ല. അവർക്ക് എന്ത് സംഭവിച്ചാലും അവർ തിരിഞ്ഞു നോക്കത്തില്ല. അതായത് ഈ പറയുന്ന രാഷ്ട്രീയ കൊമ്പന്മാർ എന്ത് വിവരക്കേട് പറഞ്ഞാലും അത് ട്രോളായി മാറുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് നല്ലത് പറഞ്ഞ് അത് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആ ന്യായീകരണത്തിനൊന്നും ഒരർത്ഥവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചൂട്ടത്ത് പറയുന്നത്, പ്രതിച്ഛായ തകരുന്ന വോട്ടൊന്നും നമുക്കോ നമ്മുടെ ജനങ്ങൾക്കോ വേണ്ട. കാരണം ഇത്രയും ഈ ചൂടിൽ ഇത്രയും ഒരു ക്ലൈമറ്റ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് തന്നെ ഞാൻ വന്ന് ഇവിടെ പറയുമ്പോൾ ഈ നിവിൻ പോളിന്റെ ഈ സിനിമ ജനങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലവർ നെഗറ്റീവ് പറയുന്നു, ചിലവർ പോസിറ്റീവ് പറയുന്നു. എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു സത്യസന്ധമായ ഒരു റിവ്യൂ പറയുമെങ്കിൽ അവനായിരിക്കും യഥാർത്ഥ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്നവൻ. അപ്പോൾ അത് ഓരോ പാർട്ടിക്കാരായിരിക്കാം, ആ വ്യക്തികളൊക്കെ പാർട്ടി അംഗക്കണങ്ങളായിരിക്കാം. അതുകൊണ്ട് അവർക്ക് ഈ ഇരുവശത്ത് നിൽക്കാൻ പറ്റില്ല, മറുവശത്ത് നിൽക്കാനേ പറ്റൂ. അതുകൊണ്ട് പാർട്ടിപരമായി വരുന്ന സിനിമക്കൊക്കെ വൻ രാഷ്ട്രീയത്തിന് കോട്ടം തട്ടാൻ സാധിക്കുന്നുണ്ട്. ഇലക്ഷൻ പരമായ കാര്യങ്ങളിൽ കോട്ടം തട്ടാവുന്ന ഒരു പ്രതിച്ഛായ വിഷയമാണ്. അതുകൊണ്ട് പ്രതിച്ഛായൊക്കെ ഇല്ലാതാകുന്ന ഒരുപാട് സിനിമകൾ ഇനിയും നമുക്ക് കാണേണ്ടി വരും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണ്. നിങ്ങൾ നടത്തുന്ന സ്ഥാനമോഹങ്ങൾക്ക് നിങ്ങൾ വിലയിരുത്തുന്ന നിങ്ങൾ ജനങ്ങളോടുള്ള നിലപാടുള്ള നിഷ്പക്ഷമായ നിങ്ങൾക്ക് തരുന്ന മറുപടിയാണ്. ആ മറുപടിക്ക് നിങ്ങൾ അതിന് ഉള്ള ഒരു നല്ല നിലവാരമുള്ള കമൻസേ നിങ്ങൾ മോഹിക്കാവൂന്നൊന്നുമില്ല. ചീത്ത കമൻസും നിങ്ങൾ കേൾക്കേണ്ടി വരും. അത് നിങ്ങളുടെ മാത്രം പ്രോബ്ലംസാണ്. അപ്പൊ ചീത്ത കമൻസിനെ നമ്മൾ കേൾക്കാതെയും അതിനെ റിയാക്ട് ചെയ്യാതെയും റിപ്പീറ്റേഷൻ കാണിക്കുകയും ചെയ്യുന്നത് വളരെ മണ്ടത്തരമാണ്. അതുകൊണ്ട് ഏതവർ രാഷ്ട്രീയത്തിൽ വന്നാലും ആ രാഷ്ട്രീയത്തിന് ഒരു പൊളിറ്റിക്കൽ വേണം, ആ പൊളിറ്റിക്സ് ആയിരിക്കണം. അല്ലാതെ തോന്നിവാസമല്ല രാഷ്ട്രീയം എന്നത്. ഇതുപോലെ പ്രതിച്ഛായ തകർന്ന് സീറ്റില്ലാതെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ പോലെ വരരുത് ഇനി വരുന്ന നിയോജക മണ്ഡലങ്ങളിൽ. ഓരോ മണ്ഡലങ്ങളിലും ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ കളിയുണ്ട്. ആ മണ്ഡലത്തിന്റെ പവർ നമ്മൾ ഉപയോഗിക്കുക. ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുക. നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാനാവും. പല നിരാശരായി ജീവിക്കുന്നവർ, തൊഴിലില്ലാത്തവർ, വിദേശത്ത് പോകാൻ കഴിയാത്തവർ, തിരിച്ചു വരാൻ കഴിയാത്തവർ, സ്ഫോടനപരമായി ബന്ധപ്പെട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്നവർ, ലോണുകൾ കൊണ്ട് ബാധിതരായവർ, നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവർ, പരസ്യമായി നിൽക്കുന്നവർ, എല്ലാ പക്ഷേ വെളിച്ചത്തിൽ വരാത്തവർ, അവരെയൊക്കെ സംരക്ഷിക്കണം. അവരെയൊക്കെ സംരക്ഷിക്കാനാണ് നിങ്ങൾ അവിടെ ഇരുത്തുന്നത്. അതിനാണ് നമ്മൾ ഓരോരോ വോട്ടും നിങ്ങൾ പിടിച്ചു വാങ്ങുന്നത്. ആ വോട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റിനെ വളർത്താനാണെങ്കിൽ ആ വോട്ട് ഈ പറയുന്ന ഞങ്ങൾക്ക് നഷ്ടമാണ്. ഓരോ വോട്ടും ജനങ്ങൾക്ക് നഷ്ടമാണ് എന്നത് നിങ്ങൾ ഈ പറയുന്ന രാജ്യത്ത് നിൽക്കുന്നവർ ഒന്ന് മനസ്സിലാക്കുക എന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ബൈ ഫോർ